കൊച്ചിയിലെ ഹോൾസെയിൽ ഡ്രഗ് ഡീലറായ കെവിൻ പിടിയിലായ കേസിൽ യുവതി ഉൾപ്പെട്ട സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് തനിക്ക് ലഹരി എത്തിച്ചിരുന്നത് ഗീതു എന്ന യുവതി ഉൾപ്പെടുന്ന സംഘമാണെന്നാണ് കെവിൻ നൽകിയിരിക്കുന്ന മൊഴി. ഡോക്ടർമാർ, സിനിമാ മേഖലയിലുള്ളവർ തുടങ്ങി കെവിൻ ലഹരി കൈമാറിയിരുന്നവരുടെ വിവരങ്ങളും നേരത്തെ തന്നെ പോലീസിന് കിട്ടിയിരുന്നു. കൊച്ചിയിലെ നൈറ്റ് പാർട്ടികളിലെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ് തൊടുപുഴ സ്വദേശി കെവിൻ. കെവിനെ ലഹരിയുമായി നേരത്തെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും സുപ്രധാന വിവരങ്ങളാണ് കെവിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെവിന്റെ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. വിപുലമായിട്ടുള്ള ഒരു ലഹരി വിതരണ ശൃംഖല കെവിൻ രൂപപ്പെടുത്തിയിരുന്നു. അതിലെ ഏജന്റുമാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഇതോടൊപ്പം കെവിൻ ലഹരി കൈമാറുന്ന ആ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ചും അതിൽ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് മുന്നിലേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കെവിന് ലഹരി കൈമാറുന്നവരെ സംബന്ധിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. പോലീസിന് നേരത്തെ വ്യക്തമായിരുന്നു ബംഗളൂരു, ഡൽഹി ഈ രണ്ടിടങ്ങളിൽ നിന്നാണ് കെവിന് പ്രധാനമായിട്ടും ലഹരി എത്തുന്നതെന്ന്. അതിൽ ബംഗളൂരു കണക്ഷനിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇയാൾ പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗീതു എന്ന് പറയുന്ന യുവതിയും സംഘവുമാണ് തനിക്ക് ബംഗളൂരുവിൽ നിന്ന് ലഹരി എത്തിക്കുന്നത് എന്ന കാര്യമാണ് മൊഴിയായി ഈ കെവിൻ പോലീസിന് കൊടുത്തിരിക്കുന്നത്. ഈ ഗീതു പത്തനംതിട്ട സ്വദേശിനിയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ബോധ്യമാകുന്നത്. അവർ ഒളിവിലാണ്, അല്ലെങ്കിൽ അവരെ കിട്ടുന്ന അവസ്ഥയിലല്ല എന്ന വിവരവും കൂടി പോലീസ് കൈമാറുകയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ സംഘത്തെക്കുറിച്ച്. ഈ ബംഗളൂരുവിൽ നിന്ന് ലഹരി തൊടുപുഴയിൽ എത്തിച്ചു നൽകും. അവിടെ എത്തിയാണ് ഈ കെവിൻ ലഹരി വാങ്ങുന്നത്. അതിനുശേഷം ഈ വിതരണം നടത്തുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 2000 രൂപയ്ക്കാണ്, 1 ഗ്രാമിന് 2000 രൂപയ്ക്കാണ് അവിടെ നിന്ന് ഇവിടേക്ക് ലഹരി എത്തിക്കുന്നത്. അതിനുശേഷം കെവിൻ വിൽപ്പന നടത്തുന്നത് ഏകദേശം 3000-ലധികം രൂപയ്ക്കാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ലഹരി ഇടപാടുകളാണ് അതിൻ്റെ ഭാഗമായി നടന്നിരുന്നത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത്തരം ചില സാമ്പത്തിക ഇടപാടുകൾ ഈ യുവതി അടങ്ങുന്ന സംഘവുമായി കെവിനുണ്ട് എന്ന് ബോധ്യമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെടുത്ത കേസ്, അതായത് 183 ഗ്രാം MDMA-യും അതോടൊപ്പം തന്നെ 93 ഗ്രാമോളം വരുന്ന എക്സ്റ്റസി പിൽസും, ഇത് രണ്ടുമാണ് കെവിനിൽ നിന്ന് പിടിച്ചത്. ആ കേസിലേക്ക് കൂടുതൽ പ്രതികളെ ആഡ് ചെയ്യാനുള്ളൊരു നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ എവിഡൻസ് കളക്ഷനിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത്. ഇതോടൊപ്പം കെവിൻ ഒരു MBA ബിരുദധാരിയാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇയാൾക്ക് ഫിനാൻസിംഗ്, ബാങ്കിംഗ് മേഖലയിലൊക്കെയായിരുന്നു ജോലി. നല്ല വരുമാനമുണ്ടായിരുന്നു. കൂടുതൽ സമ്പന്നനാകുക അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഈ ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞത്. മാത്രമല്ല ഇയാൾ ലഹരി ഉപയോഗിക്കുന്നും ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള വിവരങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം നേരത്തെ ഈ ഏജന്റുമാരെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇയാളുടെ ഈ ലഹരി വിതരണ ഏജന്റുമാരിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു. അവരെ അടക്കം ഇരകളാക്കിക്കൊണ്ടാണ് ഈ ലഹരി വിൽപ്പന ഇയാൾ പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ സിനിമയിൽ വേഷം നൽകാമെന്ന വാഗ്ദാനം അടക്കം കൊടുത്തുകൊണ്ടാണ് സ്ത്രീകളെ ഉൾപ്പെടെ ഇതിലേക്ക് എത്തിച്ചിരുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കെവിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ഘട്ടത്തിൽ തന്നെ 3ഓളം പേർ ഡാൻസ് ഓഫിന്റെ പിടിയിലായിരുന്നു. അതായത് കെവിന്റെ ലഹരി ശൃംഖലയിലെ ഏജന്റുമാരായിട്ടുള്ളവർ, കെവിനിൽ നിന്ന് ലഹരിയെടുത്ത് താഴെത്തട്ടിൽ മറ്റ് പലയിടങ്ങളിലുമൊക്കെ വിതരണം ചെയ്യുന്നവർ, അവർ 3 പേർ പിടിയിലായിരുന്നു. അങ്ങനെ ആ അന്വേഷണം ആ തലത്തിൽ തന്നെ മുന്നോട്ട് നീക്കുന്നു. അതിൽ കൂടുതൽ അറസ്റ്റുകളും ഈ കെവിന്റെ കൂട്ടാളികളുടെ അറസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളവർ, മറ്റ് പലർക്കും ഒക്കെ ലഹരി കൊടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ് കൊടുത്തത് കെവിൻ എന്ന വിവരം കൂടി പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ എവിഡൻസ് കളക്ഷന്റെ ഭാഗമായി അത്തരം ചില ആളുകളെ കൂടി വിളിപ്പിക്കും എന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ഡ്രഗ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത് വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ട് അന്ന് 8 പേരാണ് പിടിയിലായത്. അതിൽ ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ആ കേസിലേക്ക് കെവിനെ പ്രതി ചേർത്തിട്ടുണ്ട്. കാരണം അതിലുൾപ്പെട്ട ഷോൺ, അതോടൊപ്പം തന്നെ ജിനോ മുരളി, ഇവർ 2 പേരുമായിട്ടും കെവിന് ബന്ധമുണ്ടായിരുന്നു. കെവിനാണ് ഇവർക്ക് ലഹരി കൈമാറിയിരുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഈ കെവിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിലേക്ക് കെവിനെ ഫോർമൽ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി കടവന്ത്ര പോലീസ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തും. നിലവിൽ തൃക്കാക്കര പോലീസ് എടുത്ത കേസിൽ റിമാൻഡിലാണ് കെവിൻ ഉള്ളത്. തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അപ്പോൾ ഇനി കടവന്ത്ര പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇതോടൊപ്പം ക്രൂയിസ് പാർട്ടിയും ഈ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസിലെ പ്രതികൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരം പാർട്ടികളിലും പങ്കെടുത്തിരുന്നു. അവിടെയും ലഹരി ഒഴുകിയിട്ടുണ്ട് എന്ന വിവരമാണ് അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
അവിടെയും ഈ കെവിന്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. അപ്പോൾ ഈ ശൃംഖല വളരെ വലുതാണ്. ആ ശൃംഖലയിലേക്ക് പോലീസ്, ആ ശൃംഖലയുടെ വേരറുക്കാൻ പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും വലിയ തോതിലുള്ള പരിശോധനകൾ ഇതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റും കേസുകളും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും അടക്കം റിപ്പോർട്ട് ചെയ്യും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.